കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിലുള്ള സമൂഹത്തിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് സംസ്ഥാനത്തെ യു.ഡി.എഫ് സർക്കാരിന്റെ പെൻഷൻ വിതരണത്തിലെ പുതിയ തീരുമാനമെന്ന് CPI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി CP ബാബു ആരോപിച്ചു. സഹകരണ ബാങ്കുകൾ വഴി നൽകിവന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക തൊഴിലാളി ഫെഡറേഷൻ BKMU തൃക്കരിപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വില്ലേജ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Bindu Jewelry. It's a promise of lifetime. കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ CPI ഓഫീസ് പരിസരം കേന്ദ്രീകരിച്ചാണ് ടൗൺ ചുറ്റി വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസിലേക്ക് തൊഴിലാളി മാർച്ച് നടന്നത്. M ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. ഇടതുപക്ഷമാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. എന്തൊരു വിരോധാഭാസമാണ് ഈ കേരളത്തിലെ ജനങ്ങളെ നോക്കി പറയുന്നത്. ഇവിടെ കേരളത്തിൽ LDF മാത്രമാണോ സഹകരണ ബാങ്കുകൾ ഭരണം നടത്തുന്നത്? കോൺഗ്രസ് ഭരിക്കുന്ന എത്ര സഹകരണ ബാങ്കുകളുണ്ട്? BJP ഭരിക്കുന്ന ബാങ്കുകളിലെ ഈ കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് 10-12ഓളം ബാങ്കുകൾ BJP ആണ് ഭരിക്കുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളുണ്ട്. അവിടെയെല്ലാം ആ സഹകരണ ജീവനക്കാർ അവർ വഴി സഹകരണ ബാങ്കുകൾ വഴി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന പെൻഷൻ പദ്ധതിയെ അട്ടിമറിക്കാൻ പറയുന്ന ന്യായം, ആ ന്യായം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇവിടെ പാവപ്പെട്ട, ദുർബലരായ, പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനതയുടെ അവകാശമാണ് പെൻഷൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത് ഇത് തൊഴിലാളികളുടെ അവകാശമായിട്ടാണ്, ഔദാര്യമല്ല. എന്നാൽ UDF കാണുന്നത് ഔദാര്യം എന്ന നിലയിലാണ്. പെൻഷൻ എന്ന് പറയുന്ന ഒരു ഔദാര്യം എന്ന നിലയിലാണ് കാണുന്നത്. മണ്ഡലം സെക്രട്ടറി CV വിജയരാജ്, P വിജയകുമാർ, രവീന്ദ്രൻ മാണിയാട്ട്, A അമ്പൂഞ്ഞി, K കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. MP ബിജീഷ്, PP നാരായണൻ, A രോഹിണി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.